ഭാഗം 38. നേരം പുലർന്നു. രാത്രിയുടെ അന്ത്യത്തോടെ ഏതാണ്ട് നിലച്ച പരുവത്തിലായിരുന്ന വണ്ടിയൊഴുക്ക് വീണ്ടും തുടങ്ങി. ഏറെയും ഭാരം കയറ്റിപ്പോകുന്ന വണ്ടികൾ. ഞാൻ റോഡിന്റെ മധ്യഭാഗം വരെയും ഇറങ്ങിച്ചെന്ന് ഓരോ വണ്ടിക്കും കൈ കാണിച്ചുകൊണ്ടിരുന്നു. പക്ഷേ തലേന്നത്തെ പോലെ അന്നും എല്ലാ വണ്ടികളും എന്നെ അവഗണിച്ച് കടന്നുപോയി. എനിക്കതിൽ അതിശയമൊന്നും തോന്നിയില്ല. ആർക്കും കൂടെ കൂട്ടാൻ തോന്നുന്ന ഒരു രൂപമായിരുന്നില്ല എനിക്കപ്പോൾ. 3 വർഷത്തെ മസ്ര ജീവിതം, അതിനുശേഷം എത്രയോ ദിവസത്തെ മരുഭൂമിയിലൂടെയുള്ള അലച്ചിൽ. ഞാൻ തീർത്തും മനുഷ്യരൂപം അല്ലാതെയായി കഴിഞ്ഞിരുന്നു. എനിക്കാണെങ്കിൽ ദാഹവും വിശപ്പും വല്ലാതെ അധികരിക്കുന്നുണ്ടായിരുന്നു. മരുപ്പച്ചയിൽ നിന്നും ഞങ്ങൾ പുറപ്പെട്ടിട്ട് അന്നേക്ക് 3 ദിവസം കഴിഞ്ഞിരുന്നു. ജീവിതത്തിനോട് ഇത്രയും അടുത്തെത്തിയിട്ട് അത് കൈവിട്ടു പോകുന്നത് എനിക്ക് ഓർക്കാനേ ആകുമായിരുന്നില്ല. ഇത്രയൊക്കെ ആയിട്ടും അള്ളാഹുവിൻ്റെ കടാംശം എനിക്ക് നേരെ ഇല്ലാത്തതിൽ എനിക്ക് അന്നേരം എന്നോട് തന്നെ വിദ്വേഷം തോന്നി. ഇതിനു മാത്രം പാപം എന്താണാവോ ഞാൻ ചെയ്തത്? കണ്ണീരോടെ ഞാൻ നെഞ്ചത്തടിച്ച് ചോദിച്ചു, അള്ളാ, നീ എൻ്റെ 2 കൂട്ടുകാരെയും മരുഭൂമിയിൽ നഷ്ടപ്പെടുത്തി. ഹക്കീമിനെ അത് വറ്റിച്ചു കൊന്നു, ഇബ്രാഹിമിനെ അത് അപ്രത്യക്ഷമാക്കി, എന്നെ നീ ഇവിടെ വരെ കൊണ്ടുവന്നെത്തിച്ചു. ഇനിയും എന്തിന്? ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യവുമായി അതിന്നും എൻ്റെ മനസ്സിൽ താളം കെട്ടിക്കിടക്കുന്നു. നിമിഷങ്ങൾ ഉച്ചവെയിലേക്ക് കടക്കുകയായിരുന്നു. ഇടവിട്ട് വണ്ടികൾ എന്നെ കടന്നുപോയിക്കൊണ്ടിരുന്നു. അകലെ നിന്ന് മുന്തിയ വിലയുള്ള ഒരു കാർ ചീറിപ്പാഞ്ഞു വരുന്നത് ഞാൻ കണ്ടു. അതിനും കൈ കാണിച്ചിട്ട് ഒരു ഫലവുമില്ലെന്ന് എനിക്കറിയാമായിരുന്നു. ട്രെയിലറുകാർ പോലും തല പുറത്തേക്കിട്ട് പുച്ഛത്തോടെ നോക്കിപ്പോകുന്ന എന്നെയാണ് ഇതുപോലൊരു കാറിൽ കയറ്റുന്നത്. എന്നിട്ടും എന്തോ ഒരു ആന്തരിക ചേതന മൂലം അടുത്തു വന്നപ്പോൾ ഞാൻ ആ വണ്ടിക്ക് കൈ കാണിച്ചു. സ്വാഭാവികമായും അത് നിർത്താതെ എന്നെ കടന്നുപോയി. എന്നാൽ അല്പം മുന്നോട്ട് ചെന്ന് അത് ബ്രേക്ക് ഇരമ്പി നിന്നു. എനിക്ക് അതിശയം തോന്നി. ഞാൻ കൈ കാണിച്ചിട്ട് തന്നെയാകുമോ അത് നിർത്തിയത്? ഒരു നിമിഷം ശങ്കിച്ചു നിന്ന ശേഷം ഞാൻ അതിനടുത്തേക്ക് ഓടിച്ചെന്നു. അതിനുള്ളിൽ കുലീന വസ്ത്രധാരിയായ ഒരു സുന്ദരൻ അറബി. ഗ്ലാസ് താഴ്ത്തി അയാൾ എന്നോട് എന്തോ ചോദിച്ചു. എന്തു പറയണമെന്ന് എനിക്കറിയുമായിരുന്നില്ല. അല്ല, എനിക്കൊന്നും പറയാനില്ലായിരുന്നു. സ്നേഹവാനായ അറബി, ഇന്നലെ മുതൽ എത്ര വണ്ടികൾ എന്നെ കടന്നുപോയിരിക്കുന്നു. ഒരാളും എനിക്ക് വേണ്ടി അതിൻ്റെ ബ്രേക്ക് ഒന്ന് ചവിട്ടിയില്ല. എൻ്റെ അടുത്ത് നിർത്തി, നിനക്കെന്താണ് വേണ്ടത്? നീ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? നീ എങ്ങനെയാണ് ഇവിടെ വന്നുപെട്ടത് എന്നൊന്നും ചോദിച്ചില്ല. എനിക്ക് വേണ്ടി ബ്രേക്കിൽ ഒന്ന് കാലമർത്താൻ നിനക്ക് തോന്നിയല്ലോ. മതി, എനിക്കത് മതി. ഞാൻ ഇവിടെ നിന്ന് അറിയാതെ കരഞ്ഞുപോയി. അയാൾ പിന്നെ എന്നോടൊന്നും ചോദിച്ചില്ല. എനിക്ക് വേണ്ടി വണ്ടിയുടെ വാതിൽ തുറന്നു തന്നു. എന്നെ നിർബന്ധിച്ച് വണ്ടിയുടെ പുറകിൽ കയറ്റിയിരുത്തി. പിന്നെ വണ്ടി ഓടിച്ചു പോയി. ആ മുന്തിയ വണ്ടിയുടെ പളപളപ്പൻ സീറ്റിൽ എൻ്റെ വൃത്തികേടോടെ ഉറപ്പിക്കാൻ എനിക്ക് മടി തോന്നി. എന്നാലും ഞാനിരുന്നു. ഞാൻ കയറി ഇത്തിരി കഴിഞ്ഞപ്പോൾ അയാൾ വണ്ടിക്കുള്ളിലെ AC ഓഫാക്കി. ഗ്ലാസ് താഴ്ത്തിയിട്ടു. മൂക്ക് പൊത്തിപ്പിടിച്ചു. അതെൻ്റെ മുഷടുപാട് കാരണമാണെന്ന് എനിക്കറിയാമായിരുന്നു. വേണമെങ്കിൽ എന്നെ അപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ നിന്ന് ഇറക്കി വിടാമായിരുന്നു. എന്നാൽ അദ്ദേഹം ഒരസഹ്യതയും എന്നോട് കാണിച്ചില്ല. ഞാൻ ആ മഹാനായ മനുഷ്യനോട് ഇത്തിരി വെള്ളം ചോദിച്ചു. അയാൾ എനിക്ക് ഒരു കുപ്പി വെള്ളം എടുത്തു തന്നു. ഞാനത് ഒരു വലിക്ക് മൂന്തിക്കുടിച്ചു. ഇനിയും വേണോ എന്ന് വീണ്ടും അയാൾ ചോദിച്ചു. ഞാൻ തലയാട്ടി. വീണ്ടും ഒരു കുപ്പി കൂടി തന്നു. ഞാൻ അതും കുടിച്ചു വറ്റിച്ചു. എന്നിട്ടും എൻ്റെ ദാഹം അടങ്ങിയിരുന്നില്ല. എന്നാൽ പിന്നൊരു വട്ടം കൂടി ചോദിക്കാൻ എൻ്റെ മനസ്സനുവദിച്ചില്ല. ഞാൻ പതിയെ ആ സീറ്റിലേക്ക് ചാഞ്ഞിരുന്നു. ക്ഷീണം കാരണം പതിയെ ഉറങ്ങിപ്പോയി. അതുകൊണ്ട് തന്നെ എത്ര നേരം ആ യാത്ര നീണ്ടെന്ന് എനിക്കൊരു ഊഹവുമില്ല. ഏതാണ്ട് ഒരു വൈകുന്നേരത്തോടെ വണ്ടി ഒരു നഗരപ്രദേശത്തിലെത്തി ബ്രേക്ക് ഇടുമ്പോഴാണ് ഞാൻ പിന്നെ ഉണരുന്നത്. ഞാൻ ചുറ്റും പകച്ചു നോക്കി. വലിയ കെട്ടിടങ്ങൾ, വലിയ ആളും ബഹളവും, വലിയ വണ്ടിത്തിരക്ക്. ഇത്തിരി നേരം കൂടി മുന്നോട്ട് സഞ്ചരിച്ച് അദ്ദേഹം വണ്ടി ഒരു ഭാഗത്തേക്ക് ഒതുക്കി നിർത്തി എന്നെ തിരിഞ്ഞു നോക്കി. എനിക്കിറങ്ങാനുള്ള സൂചനയാണ് അതെന്ന് എനിക്ക് മനസ്സിലായി. അത്രയും നേരം എന്നെ സഹിച്ച ആ വലിയ മനുഷ്യനോട് എനിക്കുള്ള കടപ്പാട് എങ്ങനെയാണ് ഞാൻ അറിയിക്കുക? ആ വലിയ സന്മനസ്സിന് പകരം ഒരു തുള്ളി കരച്ചിലാണ് ഞാൻ തിരികെ കൊടുത്തത്. ഒരു വാക്കുപോലും ചോദിച്ചില്ല, പറഞ്ഞില്ല. ഞാൻ വണ്ടിയിൽ നിന്നിറങ്ങി. അതിൻ്റെ വാതിലടഞ്ഞു. എന്നെ ആ നഗരത്തിൻ്റെ നടുവിൽ തനിച്ചാക്കി അത് ദൂരേക്ക് ഓടിമറഞ്ഞു. ഞാൻ കരഞ്ഞു. പണക്കാരൻ്റെ വണ്ടിയിലും വല്ലപ്പോഴും അള്ളാഹു സഞ്ചരിക്കുമെന്ന് എനിക്കന്നേരം മനസ്സിലായി. കുറച്ചു നേരം ഞാൻ ആ നഗരപ്രദേശത്ത് മിഴിച്ചു നിന്നു.
കടന്നു പോകുന്നവർ എന്നെ ഒരു വിചിത്ര ജീവിയെ എന്ന പോലെ മിഴിച്ചു നോക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ പതിയെ വഴിയുടെ ഓരം പിടിച്ച് നടന്നു. അതൊരു മാർക്കറ്റായിരുന്നു. വീണ്ടും പടർന്നു കിടന്ന ഒരു ചന്തത്തിരിവ്. ചുറ്റും പച്ചക്കറിയുടെയും പഴവർഗ്ഗങ്ങളുടെയും കൂന. അതിൻ്റെ നനുത്ത മണം എവിടെയും നിറഞ്ഞു നിൽക്കുന്നു. പുഴ പോലെ തിങ്ങിയൊഴുകി നീങ്ങുന്ന അറബികൾ. അവർക്കിടയിൽ കറുത്ത കുപ്പായത്തിൽ കണ്ണുകൾ മാത്രമായി സ്ത്രീകൾ. കച്ചവടക്കാരുടെ രൂപത്തിൽ ഇന്ത്യക്കാർ. കച്ചവടത്തിൻ്റെ കോലാഹലങ്ങൾ. എല്ലാവർക്കും ഇടയിലൂടെ തികച്ചും പ്രാകൃത വേഷത്തിൽ ഞാൻ. എല്ലാവരും എന്നെ മിഴിച്ചു നോക്കുകയും എന്നെ തൊടാതിരിക്കാൻ ഒഴിഞ്ഞു പോവുകയും ചെയ്യുന്നു. അതിലെനിക്ക് തെല്ലും വിഷമം തോന്നിയില്ല. സത്യത്തിൽ എനിക്ക് തന്നെ എന്നെ ശരിക്കും നാറുന്നുണ്ടായിരുന്നു. എനിക്ക് നല്ലപോലെ വിശക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ആഹാരം കഴിക്കാൻ എൻ്റെ കയ്യിൽ ഒരു ചില്ലി കാശ് പോലുമില്ല. അത്രയും കാലത്തെ ജീവിതത്തിനിടയിൽ പണം ഒരാവശ്യമാണെന്ന് തോന്നിയ ഒരേ ഒരു അവസരമായിരുന്നു അത്. മസ്രയിലായിരുന്നെങ്കിൽ അർബാബിൻ്റെ ഗുബൂസെങ്കിലും കഴിക്കാമായിരുന്നു. അതിന് പണമൊന്നും കൊടുക്കണ്ട. ആരും കാണാതെ ആടുകളുടെ തീറ്റ മോഷ്ടിച്ച് കഴിക്കാം. അതിനും പണം കൊടുക്കേണ്ട. പക്ഷെ ആ നഗരത്തിൽ എനിക്കെന്തെങ്കിലും ഭക്ഷിക്കാൻ വേണമെങ്കിൽ പണം കൊടുത്തേ ആവണം. അല്ലാതെ ഇവിടെ എനിക്കാര് ഭക്ഷണം തരാൻ? 1-2 കടയിൽ കയറാൻ ഞാനൊരു ശ്രമം നടത്തി, എന്തെങ്കിലും യാചിച്ച് തിന്നാനെങ്കിലും. എന്നാൽ അതിൻ്റെ മുതലാളിമാർ ഇറങ്ങി വന്ന് ഒരു നികൃഷ്ടനായ ചാവാലിപ്പട്ടിയെ എന്ന പോലെ എന്നെ ഓടിച്ചു വിട്ടു. എന്തോ പ്രതീക്ഷയിൽ വിങ്ങി പിന്നെയും ഞാൻ ആ ചന്തയിലൂടെ നടന്നു. കുറേ നടന്നു കഴിഞ്ഞപ്പോൾ തല കറങ്ങുന്നത് പോലെ ഇത്തിരി കൂടി ഞാൻ മുന്നോട്ട് ചെന്ന് കാണും. അവിടെ ഒരു കടയിൽ മുന്നിൽ ഞാൻ ഒരു ബോർഡ് ഞാൻ കണ്ടു. മലബാർ റെസ്റ്റോറൻറ്റ്. അതും മലയാളത്തിൽ. എനിക്ക് ആശ്വാസമായി. എൻ്റെ ഭാഷ അറിയാവുന്ന, ഞാൻ പറയുന്നത് മനസ്സിലാവുന്ന ഒരാൾ അവിടെ ഉണ്ടാകുമെന്ന് ഉറപ്പ്. രണ്ടും കൽപ്പിച്ച് ഞാൻ അങ്ങോട്ട് നടന്നു. അതിൻ്റെ പടിക്കലെത്തിയതേ എനിക്ക് ഓർമ്മയുള്ളൂ. ഞാൻ ബോധം കെട്ട് അതിൻ്റെ മുന്നിലേക്ക് കുഴഞ്ഞു വീണു.